അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിവാദ പ്രസ്താവനയിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടിയുടെ പ്രധാന പ്രചരണായുധത്തിന്റെ മുനയൊടിക്കുന്നതായിരുന്നു സെക്രട്ടറിയുടെ അസ്ഥാനത്തുള്ള പ്രതികരണമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും വിമർശിച്ചു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടതായാണ് വിവരം. പ്രസ്താവന പിന്നീട് തിരുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ നടപടിയെ യോഗത്തിൽ ആരും പിന്തുണച്ചില്ല. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിവാദങ്ങൾ ഒഴിവാക്കാൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നേതാക്കൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന യോഗത്തിലെ പൊതു അഭിപ്രായം MV ഗോവിന്ദനുള്ള പരോക്ഷമായ താക്കീതായി മാറി. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായിട്ടില്ലെന്ന് MV ഗോവിന്ദൻ നിഷേധിച്ചു. RSS ബന്ധത്തെക്കുറിച്ചുള്ള പ്രസ്താവന പാർട്ടിയിൽ ചർച്ചയായിട്ടില്ല. ചരിത്രത്തിന്റെ ഭാഗമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിലുണ്ടായ തെറ്റിദ്ധാരണയ്ക്ക് ഞാൻ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിഷയം അവസാനിച്ചു എന്ന് പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറി. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും വാക്കുകളിലും പാർട്ടിയിൽ നിന്ന് നേരിട്ട സമ്മർദ്ദം പ്രകടമായിരുന്നു. വിവാദങ്ങൾക്കിടയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചത് പാർട്ടി വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിച്ചുവെന്നും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി മികച്ച പ്രചരണം നടത്താനായെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് ചർച്ചയാക്കിയതിലൂടെ മതനിരപേക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായെന്നും പാർട്ടി കരുതുന്നു. ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായ അപ്രതീക്ഷിത പ്രസ്താവന നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് ഏൽപ്പിച്ച ക്ഷീണം ചെറുതല്ല. ഈ വിവാദം തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും.